പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ ചെറിയൊരു യാത്രയിലാണ്, അതിനിടയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ രണ്ട് ചിത്രങ്ങളെ പറ്റിയുള്ള കളക്ഷൻ നമുക്ക് നോക്കാം. ഒന്ന് നിവിൻ പോളി നായകനായ സർവ്വം മായ എന്ന ചിത്രം. നിവിൻ പോളിയുടെ കരിയറിലെ തന്നെ മികച്ചൊരു പ്രകടനവുമായിട്ട് മുന്നേറുന്ന കാഴ്ച തന്നെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു ചിത്രം ദിലീപിൻ്റെ ബബ്ബപ്പ. ഈ രണ്ട് ചിത്രങ്ങളുടെ കളക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇപ്പോൾ കളക്ഷൻ നേടുന്ന രണ്ട് ചിത്രങ്ങൾ ഇത് രണ്ടുമാണ്. അതിലെ നിവിൻ പോളിയുടെ ചിത്രം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നിവിൻ പോളിയുടെ ചിത്രം ഏകദേശം 19 കോടിയോളം ആദ്യ 2 ദിവസം കൊണ്ട് ഈ ചിത്രം കളക്ട് ചെയ്തു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് ഇന്നലെ വെള്ളിയാഴ്ച ഇത് കളക്ട് ചെയ്തത് 4,15,00,000 രൂപയാണ്. അങ്ങനെ 7,65,00,000 രൂപയിലേക്ക് ഈ ചിത്രം കടക്കുന്നു. സ്റ്റേറ്റ് വൈസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് കർണാടകത്തിൽ നിന്ന് ഇന്നലെയും 25 ലക്ഷം ഇത് കളക്ട് ചെയ്തു. അങ്ങനെ 50 ലക്ഷത്തിലേക്ക് കർണാടക കളക്ഷൻ എത്തുന്നു. ആന്ധ്ര തെലുങ്കാനയിൽ നിന്ന് 5 ലക്ഷം രൂപ, അങ്ങനെ 9 ലക്ഷത്തിലേക്ക് എത്തുന്നു. തമിഴ്നാട്ടിൽ നിന്ന് 10 ലക്ഷം രൂപ കളക്ട് ചെയ്ത ഈ ചിത്രം 22 ലക്ഷത്തിലേക്ക് എത്തുന്നു. ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഈ ചിത്രം ഇന്നലെ കളക്ട് ചെയ്തത് 1 ലക്ഷം രൂപയാണ്. അങ്ങനെ 14 ലക്ഷത്തിലേക്ക് എത്തുന്നു. ടോട്ടൽ ഇന്ത്യ ഗ്രോഫായിട്ട് കാണിക്കുന്നത് 8,60,00,000 രൂപയാണ്. ഓവർസീസ് കളക്ഷനായിട്ട് 10,40,00,000 കാണിക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ കളക്ഷൻ 19 കോടി രൂപയാണ്. അങ്ങനെ വൻ വിജയം നേടുന്ന ചിത്രമായിട്ട് സർവ്വം മായ എന്ന ചിത്രം മാറുകയാണ്. അഖിൽ ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ ശനിയാഴ്ച ദിവസത്തെ കളക്ഷൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ കേരള കളക്ഷൻ എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന കളക്ഷൻ തന്നെയാണ് ഇന്നുണ്ടാകുന്ന ശനിയാഴ്ച ദിവസം. ഏകദേശം ട്രാക്കിംഗ് കളക്ഷൻ തന്നെ 4,09,00,000 എത്തുന്നു. അപ്പോൾ നിശ്ചയമായിട്ടും ഈ ചിത്രം ഇന്ന് 5 കോടിക്ക് അടുത്ത് കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കളക്ഷൻ ഇന്നുകൊണ്ട് 12.5-13 കോടിയിലേക്ക് എത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ 12 കോടിക്ക് അടുത്തെങ്കിലും ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ 3 ദിവസം കൊണ്ട് ഈ ചിത്രം സർവ്വം മായ എന്ന ചിത്രം 31 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു. അപ്പോൾ ഇന്നത്തെ ബുക്ക് മൈ ഷോയിലെ കണക്കുകൾ നോക്കുമ്പോഴും ഏകദേശം 10,000-ന് മുകളിൽ എപ്പോഴും ടിക്കറ്റ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സർവ്വം മായ എന്ന ചിത്രം വമ്പൻ ഹിറ്റിലേക്കാണ് നേടുന്നത്. താമസിക്കാതെ തന്നെ 50 കോടിയിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി 100 കോടിയിലേക്ക് എത്തുമോ എന്നുള്ളത് വരും ദിവസങ്ങളെ കളക്ഷൻ നോക്കി നമുക്ക് വിലയിരുത്താം. എന്നാലും 100 കോടിയിലേക്ക് അതിവേഗം എത്തുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. മറ്റൊരു ചിത്രമാണ് ബബ്ബ. മോഹൻലാൽ, ദിലീപ്, ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ഇവരെല്ലാം മുഖ്യ കഥാപാത്രമായ ചിത്രം സാമാന്യം മികച്ച കളക്ഷൻ തന്നെയാണ് ഇന്നലെയും നേടാൻ പറ്റിയത്. 75 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഈ ചിത്രം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നില്ലെങ്കിലും ഏകദേശം 47 കോടിക്ക് മുകളിൽ ഈ ചിത്രം കളക്ട് ചെയ്ത് കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ബബ്ബുബായും സർവ്വം മായയുമാണ് മലയാളത്തിൽ ഇപ്പോൾ റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ അല്പമെങ്കിലും കളക്ഷൻ നേടുന്ന 2 ചിത്രങ്ങളായി മാറിയിരിക്കുന്നത്. അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ഡീഗ്രേഡ് നേടിയ ചിത്രമാണ് ബബ്ബബ. ബബ്ബബ ഇപ്പോഴും 75 ലക്ഷം രൂപ കളക്ട് ചെയ്യുന്നു എന്നറിയുമ്പോൾ പല വിമർശകർക്കെല്ലാം ഒരുപക്ഷെ നെറ്റി തുടിച്ചേക്കാം. പക്ഷേ സത്യം അതാണ്. മലയാളത്തിൽ ഇപ്പോൾ 2 ചിത്രങ്ങൾ മാത്രമാണ് അല്പമെങ്കിലും കളക്ട് ചെയ്തത്. 50 ലക്ഷത്തിന് മുകളിൽ കളക്ട് ചെയ്യുന്ന 2 ചിത്രങ്ങൾ. അതൊന്ന് ബബ്ബബയാണ് എന്നുള്ളതാണ് സത്യം. മറ്റൊന്ന് നിവിൻ പോളിയുടെ സർവ്വം മായയാണ്. അത് എനിക്ക് തോന്നുന്നു ഏകദേശം 4 കോടിക്ക് മുകളിലൊക്കെയാണ് കളക്ഷൻ വരുന്നത്. അങ്ങനെ ഈ രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് മലയാള സിനിമയിൽ അല്പമെങ്കിലും കളക്ട് ചെയ്യുന്നത്. സർവ്വം മായയെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ബാക്കി ക്രിസ്മസിന് ഇറങ്ങിയ ബാക്കി ചിത്രങ്ങളെല്ലാം പോസിറ്റീവ് നേടാതെ വന്നപ്പോൾ ഇത് ഹെവി പോസിറ്റീവ് നേടി ഈ ചിത്രം വമ്പൻ ഹിറ്റിലേക്ക് നീങ്ങുന്ന കാഴ്ച കാണാം. അപ്പം സിനിമാ സംബന്ധമായ വാർത്തകൾ മറ്റ് വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ വീഡിയോയുമായിട്ടെത്താം.